ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ചില വഴികൾ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും. ചുറ്റും ആളുകളുണ്ടെങ്കിലും ഉള്ളിൽ ഒരു വലിയ ശൂന്യത. എന്തു തീരുമാനിക്കണം എന്ന് അറിയാത്ത അവസ്ഥ. ആരോടും ചോദിക്കാനാവാത്ത ചോദ്യങ്ങൾ, പറയാൻ കഴിയാത്ത വേദനകൾ. അവിടെയാണ് പരിശുദ്ധാത്മാവ് നിശബ്ദമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വചനം പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റ് പോലെ എല്ലായ്പ്പോഴും സംസാരിക്കണമെന്നില്ല. ചിലപ്പോൾ അവിടുന്ന് ഒരു ചെറു ദീപം പോലെ മാത്രം നമുക്ക് മുൻപേ നടന്നു നീങ്ങും. ഇരുണ്ട മുറിയിൽ ഒരു മെഴുകുതിരി തെളിയുന്നത് പോലെ, മങ്ങിപ്പോകുന്ന മനസ്സിൽ ഒരു സമാധാനം നിറയുന്നത് പോലെ, തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ ആരോ നിശബ്ദമായി പറയുന്നത് പോലെ, ഇതാണ് വഴി, ഇതിലേ പോവുക. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ കൈപിടുത്തം. നമ്മൾ തകർന്നു പോകുമ്പോൾ അവിടുന്ന് അമ്മയുടെ കൈ പോലെ നമ്മെ തലോടും. നമ്മൾ തെറ്റിപ്പോകുമ്പോൾ അവിടുന്ന് മനസാക്ഷിയായി സംസാരിക്കും. നമ്മൾ കരയുമ്പോൾ വാക്കുകളില്ലാത്ത പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വെറും ദൈവത്തിൻ്റെ ഒരു ശക്തിയല്ല, നമ്മുടെ ആത്മാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരധ്യാപകൻ വിദ്യാർത്ഥിയുടെ കൈപിടിച്ച് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ, ഒരമ്മ കുഞ്ഞിനെ നടക്കാൻ പഠിപ്പിക്കുന്നത് പോലെ, ഒരു ഇടയൻ വഴിതെറ്റിയ ആടിനെ തിരികെ കൊണ്ടുവരുന്നത് പോലെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ പതുക്കെ രൂപപ്പെടുത്തുന്നു. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ ഒറ്റയ്ക്കാണ്. എന്നാൽ നമ്മുടെ ഓരോ കണ്ണീരും പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ അറിയപ്പെട്ടവയാണ്. നമ്മൾ വീഴുമ്പോഴും അവിടുന്ന് കൈവിടുന്നില്ല. തെറ്റുകൾക്കിടയിലും പ്രത്യാശ അവസാനിക്കുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ കുറ്റപ്പെടുത്താനല്ല വന്നത്, നമ്മെ ശക്തിപ്പെടുത്താനാണ്. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിങ്കലേക്ക് കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് ഇന്ന് ഇങ്ങനെയൊരു പ്രാർത്ഥന മാത്രം: പരിശുദ്ധാത്മാവേ, എനിക്ക് വഴിയറിയാത്തപ്പോൾ നീ എൻ്റെ വഴിയാകണം. എനിക്ക് വാക്കുകളില്ലാത്തപ്പോൾ നീ എൻ്റെ പ്രാർത്ഥനയാകണം. എനിക്ക് ശക്തിയില്ലാത്തപ്പോൾ നീ എൻ്റെ ധൈര്യമാകണം. എൻ്റെ ജീവിതം നിന്റെ ജീവിതത്തിന് സാക്ഷ്യമായി മാറട്ടെ. അഭിഷേകക്കാറ്റായി പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു